സനാതനധർമ്മികളുടെ മാർഗ്ഗദീപമായി വിളങ്ങുന്ന ആചാര്യൻ എം.ജി. വിനോദ്ജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജി, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, അങ്ങ് ശബരിമലയിലെ ഭക്തർക്ക് എപ്പോഴും മാർഗ്ഗദീപമായി പ്രകാശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാവാം ചോദ്യം എന്ന് കരുതുന്നു. ചോദിക്കാനുള്ളത് ഇതാണ്: ശബരിമലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളുടെ ഫലമാണ് അവിടെ നടന്ന കൊള്ളയും അവിടെ നടക്കുന്ന കളവും ഒക്കെ എന്ന് പറയുന്നുണ്ട്. അവിടെ ചെല്ലുന്ന പലരും പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ദേവചൈതന്യം ഉണ്ടോ എന്ന സംശയം പോലും ആൾക്കാർ പ്രകടിപ്പിക്കുന്നു. എന്താണ് ശബരിമലയിൽ വന്ന മാറ്റം ശരിക്കും? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരാണിക കാനന ക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ഒരു അനുഭൂതി അവിടെ എത്തിച്ചേർന്നവർക്ക് കാണാൻ പറ്റും. ക്ഷേത്ര ശബരിമലയിലേക്ക് പോകുമ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ശബരിമലയുടെ ആ പ്രാധാന്യം മങ്ങലേൽപ്പിക്കാൻ വേണ്ടി നിരവധി ശക്തികൾ അവിടെ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന നിരവധി കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും, അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഭസ്മക്കുളം. അവിടെ പോകുന്ന ഏതൊരു ഭക്തനും യഥാർത്ഥത്തിൽ ഭസ്മക്കുളത്ത് കുളിക്കണമെന്നാണ് പറയുന്നത്. ചില ആൾക്ക് ഒരു കന്നിസ്വാമിമാർ മാത്രമേ കുളിക്കേണ്ടൂ, അങ്ങനെയല്ല, എല്ലാ സ്വാമിമാരും പണ്ട് കാലങ്ങളിൽ കുളിക്കാറുണ്ട്. ഞാൻ തന്നെ 38 വർഷം ശബരിമലയ്ക്ക് പോയിട്ടും ഞാൻ ഏകദേശം ഒരു 10ഓ 25ഓ തവണ ആ ഭസ്മക്കുളത്തിൽ കുളിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ഭസ്മക്കുളത്തിലല്ല എന്നർത്ഥം. യഥാർത്ഥ ഭസ്മക്കുളത്തിൽ കുളിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങ് ചിന്തിക്കുന്ന എന്തായിരിക്കും, അങ്ങനെ ഒരു ഭസ്മക്കുളമുണ്ട്, ഇപ്പം നിലവിലുള്ളത് യഥാർത്ഥ ഭസ്മക്കുളം അല്ലേ എന്ന് ചിന്തിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഭസ്മക്കുളം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഇന്ന് ഭസ്മക്കുളത്തിനെ പറ്റി പറയുകയും അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ എടുത്തിട്ടുള്ളത്. അവിടെ നിലവിൽ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഏതൊരു ഭക്തന്മാരും ആദ്യം പോയിട്ട് നമ്മളിവിടെ ശബരിമലയിൽ സന്നിധാനത്ത് ശ്രീ ധർമ്മശാസ്താവിനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും അവർ നേരെ പോകുന്നത് പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന മാളികപ്പുറത്ത് അമ്മയെ കാണാനാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ മാളികപ്പുറത്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ വാപുരൻ സ്വാമിയുടെ ശ്രീകോവിലുണ്ടായിരുന്നത്. ഇന്നവിടെ ഇല്ല. അവിടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കരുതും വെറുതെ പറഞ്ഞാണ്. 100 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്നവരുടെ ഐതിഹ്യമാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിലൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് കാര്യത്തിലെടുക്കണമെന്നില്ല. അവിടെ തന്നെയായിരുന്നു വാപുരൻ സ്വാമിയും കടുത്ത സ്വാമിയും ഭദ്രകാളിയും. ഈ 3 ദേവതാ സങ്കല്പങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. ഇന്ന് ദേവതാ സങ്കല്പങ്ങളുടെ ആഭിമുഖ്യം അത്രയേറെ ആധിക്യം കൊണ്ട് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യമില്ല, അത്രയേറെ വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മണിമണ്ഡപമാണ്. ഈ ഒരു കാര്യമാണ് അന്നുണ്ടായിരുന്നത്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി തൊഴുന്നത് നാഗരാജാവിനെയാണ്. ഈ നാഗരാജാവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ പഴയ ഭസ്മക്കുളത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ പഴയ ഭസ്മക്കുളം എന്ന് പറഞ്ഞാൽ ഇന്ന് സന്നിധാനത്ത് നിന്നും മാളികപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ടായിരുന്നു പഴയ ഭസ്മക്കുളം ഉണ്ടായത്. അപ്പോൾ നമ്മളതിന് മുകളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ആ ഭസ്മക്കുളം സ്ലാബിട്ട് മൂടി അതിൻ്റെ മുകളിലുള്ള ഫ്ലൈ ഓവറിൽ വഴിയാണ് നമ്മളിങ്ങോട്ട് നടന്നു പോകുന്നത്. ഇനി താഴേക്കടയിലെ ആൾക്കാരെല്ലാം ഈ സ്ലാബ് ചവിട്ടിയിട്ടാണ് പുതിയ ഭസ്മക്കുളത്തിലേക്ക് പോകുന്നത്. ഈ ഭസ്മക്കുളത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തുണ്ടാവില്ല, അവിടുത്തെ ആ ഭസ്മക്കുളം സ്ലാബിട്ട് മൂടില്ല. പലതവണ അവിടുത്തെ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഭസ്മക്കുളം തന്നെ ഉപയോഗിക്കണമെന്ന്. ഈ ശബരിമലയ്ക്ക് അങ്ങനൊരു പേര് കിട്ടാൻ കാരണക്കാരിയായിട്ടുള്ള ശബരി മാതാവ് തൻ്റെ ഈ തപശക്തി കൊണ്ട് തന്നിൽ നിന്ന് തന്നെ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ ശരീരം ദഹിപ്പിച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ഭസ്മക്കുളം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ശബരി മാതാവ് ശ്രീരാമ ദർശനത്തിന് ശേഷം ഭഗവാൻ എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് അതിനുശേഷം മോക്ഷത്തിലേക്കുള്ള മാർഗ്ഗങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിന് പോകുന്ന കഥ രാമായണത്തിൽ വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മാതങ്കാശ്രമത്തിൽ ഉള്ള ആ ശബരി മാതാവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ എൻ്റെ ശരീരം വെടിയാൻ സമയമായി, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശബരിമലയുടെ ആ അടിവാരത്തിൽ ഇതാണ് നമ്മൾ കയറി വരുന്ന വകല്ല മറ്റേ അടിവാരത്തിൽ ഒരു കുഴി എടുത്തു തരാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ടൊരു സമചതുരത്തിലുള്ളൊരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് ഇറങ്ങിയിരുന്ന് ഈ അമ്മ
തൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്നും അഗ്നിയെ പുറത്തേക്കെടുത്ത് ഈ അഗ്നി ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ആ ശരീരം ദഹിച്ച് തീർന്ന സ്ഥലം, ആ ഭസ്മം വീണ സ്ഥലമാണ് പിന്നെ ഉരക്കുഴിയിൽ നിന്നും വരുന്ന വെള്ളം വന്ന് നിറഞ്ഞ് ഭസ്മക്കുളമായി പരിണമിച്ചത്. മനസ്സിലായില്ലേ? അപ്പം ആ പറയുന്ന കുമ്പതളം തോടിലെ വെള്ളമാണ് ഉരക്കുഴിയിൽ വരുന്നത്. ആ വെള്ളമാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ പുണ്യതീർത്ഥം, ആ ഭസ്മം വീണ പുണ്യസ്ഥലം, അവിടെ കുളിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും സകല പാപങ്ങളും പോകും എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ ഇന്ന് ആ ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനത്ത് സ്ലാബ് ഇട്ട് മൂടിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇനി അവിടെ കുളിച്ചോളൂ, അതാണ് ഭസ്മക്കുളം എന്ന് പറഞ്ഞു സജ്ജനങ്ങളെ പറ്റിക്കുകയാണ് ദേവസ്വം ചെയ്യുന്നത്. ഒന്ന്. ഇനി ഇതേപോലെ തന്നെയാണ് 1950 കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ തീവ്രവാദികളായ ആൾക്കാർ ആ ക്ഷേത്രം തീവെച്ചു. ആൾക്കാരുടെ പേരടക്കം ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ശബരിമല സർവസ്വത്തിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ആ ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ച സമയത്ത് അവിടെയുണ്ടായിരുന്ന ഭഗവാന്റെ വിഗ്രഹം മഴുകൊണ്ട് വെട്ടി മുറുക്കിയിട്ടുണ്ടായിരുന്നു, 6-7 കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നീട് പുതിയ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ഈ പഴയ വിഗ്രഹം ഉരുക്കിയിട്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ, തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് 2 വലിയ നാഴിമണികളായിട്ട് സ്ഥാപിക്കുകയും അത് 18-ാം പടി കയറി വരുന്നതിൻ്റെ 2 വശങ്ങളിലായിട്ട് അത് മണി തൂണുകളിലാക്കിയിട്ട് അവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ മണിനാദം, അവിടെ നിന്ന് മുഴക്കുന്ന മണിനാദം അങ്ങ് പമ്പയിൽ വരെ കേൾക്കുന്ന തരത്തിലുണ്ടായിരുന്നു. 2 മണികൾ. അത് ഏതാണ്? ഈ പറയുന്ന വിഗ്രഹം ഉരുക്കിയിട്ടുണ്ടാക്കിയതാണ്. എന്നാൽ അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണെന്നോ അറിയില്ല, ആ മണി തൂണുകൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. 1950 മുതൽ 51 മുതൽ ഈ 2017 വരെ അവിടെ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഒന്ന് മാളികപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, ഒന്ന് നമ്മുടെ പമ്പയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ശബരിമലക്കുണ്ടായ ചൈതന്യം ആ സന്നിധാനത്ത് തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പണ്ടത് ചെയ്തത്. എന്നാൽ അത് വെറും കളിക്കോപ്പെന്ന രീതിയിലാണ് ഇന്നത്തെ ഭരണകൂടം അത് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ വളരെ പവിത്രമായിട്ട് കാണുന്ന ഈ ശരംകുത്തിയാലെന്ന് പറയുന്നത് ഇന്ന് ഉള്ള ശരംകുത്തിയിൽ നിന്നും കുറേ പുറകോട്ട്, നമ്മൾ വരുന്ന വഴിക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. റോഡ് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് JCB ഉപയോഗിച്ച് അത് മൊത്തമായിട്ട് പിഴുതെടുത്തിട്ട് അവിടുന്ന് കുറേ ദൂരത്ത് കൊണ്ടുവന്നിട്ട് അവിടെ അത് നാട്ടി. എന്നിട്ട് പറയാം, ഇനി മുതൽ ഇതാണ് ഈ ശരംകുത്തി, ഇനി ഇവിടെ നിങ്ങൾ കുത്തിക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിനാണ് പ്രാധാന്യം. ആ ശരംകുത്തിക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഏതൊരാളും പൂർണ്ണമായിട്ടും ആത്മീയമായൊരു ലെവലിലേക്ക് പോകണം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്ടചിന്തകളെല്ലാം, നമ്മുടെ ആയുധങ്ങളെന്നാണ് പറയപ്പെടുന്നത്, നമ്മുടെ ദുഷ്ടചിന്തകളെല്ലാം തന്നെ അവിടെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടൊരു സന്യാസമായ തരത്തിൽ, സാക്ഷാൽ നാരായണനാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ സാക്ഷാൽ ശാസ്താവ് എന്ന തരത്തിലേക്ക് നമ്മൾ ഓരോ ആൾക്കാരും മാറി ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് പോലെ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കണം എന്നാണ്. അത് ആ തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ആത്മീയ മണ്ഡലമാണ്. അപ്പോൾ അതിലേക്ക് അവിടെയാണ് അതിര് പറഞ്ഞിട്ടുള്ളത്. ആ അതിര് മാറ്റിമറിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പാത്രക്കുളം. ഈ പാത്രക്കുളം എന്ന് പറയുന്നത് അവിടുത്തെ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള പൂജാപാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു, പാത്രക്കുളം എന്നുള്ളത്. ഇന്നതില്ല. അതേത് ഭാഗത്തായിരുന്നു? അതും ഈ പറയുന്ന ഭസ്മക്കുളത്തിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നതാണ്. അതിന്നില്ല. അതുപോലെ വലിയ കുളം എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുളമുണ്ടായിരുന്നു അവിടെ, ഭക്തന്മാർക്കൊക്കെ കുളിക്കാനും ഇതൊക്കെ ആയിട്ടുള്ളൊരു വലിയ കുളം. അത് നമ്മൾ അവിടെ സന്നിധാനത്ത് വലിയൊരു സ്റ്റേജ് കാണാം. ആ സ്റ്റേജിൻ്റെ പുറകിലായിട്ട് ആ വരുന്ന സ്ഥലത്തായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതും മണ്ണിട്ട് മൂടി. അങ്ങനെ ഓരോന്നും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് മാളികപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ദേവതക സങ്കല്പങ്ങൾ കാണാം. എന്തിനേറെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ശബരിമല സന്നിധാനത്തൊരു സാന്നിധ്യമുണ്ടായിരുന്നു. ഗണപതി, കന്നിമൂല ഗണപതി എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഗണപതിയുടെ അടുത്ത് തന്നെ നാഗരാജാവിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അതിൻ്റെ അവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സുബ്രഹ്മണ്യൻ അവിടെ അങ്ങനെ സങ്കല്പമുള്ള അതിൻ്റെ ബോർഡ് പോലുമില്ല, എടുത്ത് മാറ്റി. അപ്പോൾ ആ തരത്തിൽ അവിടെ ദൈവ ചൈതന്യത്തെ പോലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തട്ടിക്കളിക്കുന്ന വിധത്തിലേക്ക് മാറ്റി. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പമ്പയിലുള്ള ഗണപതിയുടേത്. പമ്പയിൽ ഗണപതി ക്ഷേത്രം 1950 ശേഷം വരുന്ന, അതിന് മുമ്പ് അവിടെ ക്ഷേത്രമോ കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഈ വഴിയിൽ കൂടി എല്ലാ ആൾക്കാർ പോയിരുന്നത്. ആ തിരുവാഭരണം കൊണ്ടുപോകുന്ന ആ വഴിയിലൂടെ നേരെ ധർമ്മമേട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് അപ്പാച്ചിമേട്ടിലൂടെ അങ്ങനെയാണ് പോകാറ്. ഇന്ന് ആ സിസ്റ്റം മാറി. ആ കാലത്ത് എൻ്റെ ഗുരുസ്വാമി പറഞ്ഞ അറിവ് പറയാം. എൻ്റെ ഗുരുസ്വാമി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, 96 വയസ്സായിട്ട്, നല്ലൊരു ഗുരുസ്വാമിയാണ്. അപ്പോൾ അദ്ദേഹം നേരിൽ കണ്ട കാര്യം എനിക്ക് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ പമ്പാ നദിയുടെ തീരത്ത് അദ്ദേഹം ഈ 1950 മുമ്പിലും പോകുമ്പോൾ അവിടെ ഒരു മണ്ണിൽ ചെരിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു.
അവിടെ ചില ആൾക്കാർ കർപ്പൂരം കത്തിക്കും, അതിനുശേഷം അവർ നടന്നു പോവുകയാണ് ചെയ്യുക. പിന്നീട് ഈ ശബരിമലയിൽ തീവെപ്പ് വന്നു, വിഗ്രഹം നശിപ്പിച്ചു, ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി, അതിന് പ്രതിഷ്ഠാകർമ്മം നടത്തി. ആ പ്രതിഷ്ഠാകർമ്മം നടത്തിയതിന് ശേഷം അതോടൊപ്പം തന്നെ ഈ പമ്പയിലും ഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. ഏതാ പ്രതിഷ്ഠ? ഈ പമ്പാ നദിയുടെ തീരത്തുണ്ടായിരുന്ന ആ ഗണപതി വിഗ്രഹമായിരുന്നു, അതവിടെ പ്രതിഷ്ഠിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവിടെ ഒരു പ്രശ്നം, ഒരു സ്വർണ്ണ പ്രശ്നത്തിൽ പറഞ്ഞു, എന്താ ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് ഈ വിഗ്രഹത്തിൽ ഒരു ചൈതന്യവും ഇല്ല, അതുകൊണ്ട് ഈ വിഗ്രഹം എടുത്ത് അങ്ങോട്ട് മാറ്റണം, എന്നിട്ട് പകരം നിങ്ങൾ വേറൊരു പ്രതിഷ്ഠ നടത്തണം ചൈതന്യത്തോടു കൂടിയെന്ന്. ആ പ്രശ്നക്കാരൻ്റെ വാക്ക് കേട്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇവിടുത്തെ തന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് ആ വിഗ്രഹം എടുത്തിട്ട് അവർ മാറ്റുകയും പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ പമ്പാ ഗണപതി ക്ഷേത്രം. അപ്പോൾ പഴയ വിഗ്രഹം എന്ത് ചെയ്തു, ഇവരത് അത്ര കാര്യഗൗരവത്തിലെടുക്കാതെ അതിൻ്റെ പുറകിലുള്ള ഒരു വലിയ മണ്ണിൻ്റെ കുന്നുപോലല്ലേ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെച്ചു. പിന്നെ മഴയും വെയിലും ഇതൊക്കെ വരും, ഓരോ സ്ഥലത്ത് നല്ലപോലെ മഴയും ഈ മണ്ണൊക്കെ വീണ് ഇതങ്ങോട്ട് മൂടപ്പെട്ടു, അതിനടിയിലായി. വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് പുതിയ പുതിയ ക്ഷേത്രങ്ങൾ അവിടെ ഇപ്പം അതിനുശേഷം അവിടെ ശ്രീരാമൻ്റെ വിഗ്രഹം വന്നു, ഹനുമാൻ്റെ വന്നു, പാർവതി ദേവി വന്നു, ഒരുപാട് ക്ഷേത്രങ്ങൾ വന്നു. ഇപ്പം ക്ഷേത്ര സമുച്ചയം തന്നെയാണ്. എൻ്റെ മുമ്പിൽ വിഗ്രഹത്തിനേക്കാളും വലിയ ഭണ്ണാരം ഉണ്ടാവും. മനസ്സിലായില്ല? നിങ്ങൾ വിഗ്രഹത്തെ തൊഴുതിട്ടില്ലെങ്കിൽ ദയവായി ഭണ്ണാരത്തിൽ പൈസ ഇടുക, അതാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ അങ്ങനെ ഓരോന്നും അവിടെ വരുന്ന സമയത്ത് ഈ പുറകുന്ന സ്ഥലം മണ്ണെടുക്കണമല്ല, മണ്ണെടുക്കുമ്പോൾ വീണ്ടും ഈ വിഗ്രഹം കിട്ടി. പുതിയ തലമുറയിലേക്ക് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് പഴയ ഇതാണ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആരുടെയോ നിർദ്ദേശപ്രകാരം അവർ പമ്പാ നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി. ശരിക്കൊരു വിഗ്രഹം നമുക്ക് അനുയോജ്യമല്ലെങ്കിൽ നമ്മളത് പമ്പയിലേക്ക് ഒഴുക്കാവുന്നത്. അപ്പോൾ പമ്പയിലേക്ക് അത് ഒഴുക്കി. ശിലയാണെങ്കിലല്ലേ വെള്ളത്തിൽ ഒഴുക്കുന്നത്? ശിലാവിഗ്രഹമായിരുന്നു അത് അങ്ങോട്ട് ഒഴുക്കി. അത് ഒഴുക്കിയതിന് ശേഷം പിന്നീട് അത് നല്ലൊരു പ്രളയവും കാര്യങ്ങളൊക്കെ വന്നു. പ്രശ്നം വെച്ചപ്പോഴായിരുന്നു ഇവിടെ പണ്ടുണ്ടായിരുന്ന ഗണപതി ഭഗവാൻ ഭയങ്കര ചൈതന്യമായിരുന്നു, അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അതിനൊരു നാശോമുഖമായി ഇട്ടതുകൊണ്ട് ഭഗവാന് വളരെ വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം വരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയത് ചില പ്രശ്നക്കാരാണ്. ചില പ്രശ്നക്കാർ വെച്ചാൽ ചില ജ്യോത്സ്യന്മാർക്ക് പ്രശ്നക്കാരെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ വാക്ക് കേട്ടിട്ട് അപ്പോൾ ആ വിഗ്രഹം വീണ്ടും പ്രതിഷ്ഠിക്കണമെന്നായി. ഉടനെ പമ്പാ നദിയിൽ പോയി മുങ്ങി ആ വിഗ്രഹം വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും പ്രതിഷ്ഠിച്ചു മറ്റൊരാലയത്തിൽ. അപ്പോഴവിടെ എത്ര ഗണപതി? 2 ഗണപതി. ഒന്ന് പമ്പാ ഗണപതി, ഒന്ന് ആദിമൂല ഗണപതി. നോക്കണം. അപ്പോൾ ഓരോ ആളുടെ കാലഘട്ടത്തിൽ ഏതൊക്കെ പ്രവൃത്തി ചെയ്താലാണോ പണം ഉണ്ടാക്കാൻ പറ്റുക ആ വിധത്തിൽ. കാരണം ഇവിടുന്ന് ഒരു വിഗ്രഹം എടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അത്രയും നിർമ്മാണം പ്രവർത്തനം വേണം, അപ്പോൾ അത്രയും പൈസ ചിലവാക്കുക, ആ മുഖാന്തരം പല ആൾക്കാർക്കും പൈസ ഉണ്ടാക്കുക എന്നൊക്കെ ആയിരിക്കാം. എന്തായാലും ഇവിടെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ആ മന്ത്രങ്ങളോടുകൂടി വ്രതമെടുത്ത് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടത്തേക്ക് വരുന്ന അവസരത്തിൽ അവർക്ക് വെറും ബിസിനസ്സായിട്ടാണ് ഇതിനെ കാണുന്നത്. വിശ്വാസികളായ ആൾക്കാർ ഈ തലത്തിൽ വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ പണം അപഹരിക്കാനും. കാരണം ഈ പണം ഭഗവാൻ്റെതാണെന്നും ഇവിടെ ഞാൻ ഭഗവാന് ചെയ്യുന്നത് സേവനമാണെന്നും ചിന്തിക്കാത്ത ആൾക്കാർ അതിലേക്ക് വന്നു, വിശ്വാസമില്ലാത്ത ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപജയങ്ങളൊക്കെ വന്നത്. അവിടുത്തെ ഭസ്മക്കുളത്തിൻ്റെ കാര്യം കണ്ട് വന്നത് ആഴി, നമ്മൾ ഇവിടെ ഇരുമുടിക്കെട്ടിൽ കൊണ്ട് പോകുന്ന ആഴി ഉണ്ടല്ലോ, ഇത് നെയ്ത്തേങ്ങ. ഈ നെയ്ത്തേങ്ങ കൊണ്ടുപോയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ, കാരണം വെച്ചാൽ 1970 ശേഷം 75-76 കാലഘട്ടങ്ങളിലാണ് കൊടിമരം ആദ്യമായി സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വരെ ഈ പറയുന്ന ആഴിയുള്ളത് ഈ 18-ാം പടി കയറുന്നത് നേരെ ആഴിയുടെ മുമ്പിലാണ്, മുകളിൽ 18-ാം പടിയുടെ മുകളിൽ കൊടിമരല്ലേ കാണുന്നത്. അന്ന് അവിടെ ആഴിയായിരുന്നു, ചെറിയൊരു വട്ടത്തിലുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ ജനങ്ങളില്ലല്ലോ. അപ്പോൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൊടിമരം വന്നത് കൂടിയിട്ട് ഈ ആഴി നേരെ കുറച്ചും കൂടി നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഇടത് കൈയുടെ ഭാഗത്തേക്ക് ഗണപതി ഭഗവാന്റെ നേരെ മുമ്പിലേക്കായിട്ട് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ ഗണപതിയുടെ മുമ്പിൽ നാളികേരം സമർപ്പിക്കുന്ന വിധത്തിലായി. പിന്നീട് ഫ്ലൈ ഓവറിൽ എടുക്കുന്ന സമയത്ത് കയറി പോകാനുള്ള ബുദ്ധിമുട്ടായില്ല, ആ ആഴിയെ ഇവരുടേതായ ഇഷ്ടത്തിനെടുത്തിട്ട് 18-ാം പടിക്ക് താഴെയാക്കി. അവിടെ തന്നെ 2ാമത്തെ സ്ഥലമാണ് ഇപ്പോൾ. അപ്പോൾ 4ാമത്തെ സ്ഥാനത്താണ് ഇന്നത്തെ ആഴിയുള്ളതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ പിന്നീടൊരു സ്വർണ്ണ പ്രശ്നത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ആ അഗ്നിയുടെ സാന്നിധ്യം, ആ ആഴി അവിടെ വേണ്ടതാണ്, അത് അവിടെ തന്നെ ആഴി വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഭഗവാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കടാവിളക്ക് ഇപ്പോൾ അവിടെ കത്തിക്കുന്നുണ്ട് ഗണപതിയുടെ നേരെ മുമ്പിൽ. ആഴിയുടെ എഴുതേറ്റ് അവിടെ ഒരു കടാവിളക്ക്. അപ്പോൾ ശരിക്കും ഇത് ഭഗവാനെ മാത്രമല്ല നമ്മളെല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കൊള്ളിയും കൊള്ളിവെപ്പലും കാണുന്ന സമയത്ത്
അമ്പലത്തിൻ്റെ വാതിലഴിച്ചുകൊണ്ട് പോയി, ദ്വാരപാലകന്മാരെ കൊണ്ടുപോയി, അവിടുത്തെ സ്വർണ്ണങ്ങളൊക്കെ കവർന്നുകൊണ്ട് പോയി. അപ്പോൾ ഇതിൽ തന്ത്രിക്കും കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ചിലപ്പം വിഗ്രഹവും കൂടി ചെമ്പോറ്റ ആയിപ്പോയിട്ടുണ്ടോ, സ്വർണം പൂശിയതാണോ എന്നൊരു സംശയം തോന്നിപ്പോകുന്നു. അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആവല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം തന്ത്രി എന്ന് പറഞ്ഞാൽ ഏതൊരു വിശ്വാസിയായ ഹിന്ദുവിനും ഈശ്വരന് തുല്യമായി കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി പോലും ഇതിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ആയി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് അധപ്പതിച്ചു പോയി നമ്മുടെ സമാജം എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ ആ തരത്തിൽ അവിടെ നടക്കുന്ന ഓരോന്നിൻ്റെയും കാരണം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തുടങ്ങിയതാണ്, എത്രയോ വർഷങ്ങളായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ക്ഷേത്രങ്ങളിൽ നിരവധി മോശമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടി നിരവധി ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇന്നും ഇന്നുവരെ എന്നല്ല, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആ ക്ഷേത്രം നശിച്ച് കാണാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് അരയും തലയും മുറുക്കിയിട്ട് പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് എന്താണ് എന്നൊക്കെ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അവരുടെ ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ അപജയത്തിനും കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടുത്തെ ചൈതന്യം ശരിക്കും നശിച്ചു പോയിട്ടുണ്ടോ? ചൈതന്യം ഏതെങ്കിലും വിധത്തിൽ കേടുപാടെങ്കിലും വന്നിട്ടുണ്ടോ അതിന്? അവിടുത്തെ ചൈതന്യത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസം വെച്ചാൽ, ഞാൻ 38 വർഷം ശബരിമലക്ക് പോയി എന്ന് പറഞ്ഞു. അതിൽ 20 വർഷക്കാലവും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുതൽ സന്നിധാനം വരെ കാൽനടയായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ അവിടെ ഒരു ചൈതന്യമുണ്ട്, ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൻ്റെ ഓരോ വർഷം പോകുമ്പോഴും അതിൻ്റെതായ ഒരു അനുഭൂതി എനിക്ക് കിട്ടുന്നുണ്ട്. അവിടെ അതില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല, എൻ്റെ അനുഭവമാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ചൈതന്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നലെ എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകളായിട്ട്. 1700 ഈ ക്ഷേത്രം അഗ്നിക്കരയായിട്ടുണ്ട്. 1900 ഈ ക്ഷേത്രം അഗ്നിക്കരയായിട്ടുണ്ട്. 1950 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം അഗ്നിക്കരയായിട്ടുണ്ട്. അപ്പം 1950 കാലഘട്ടത്തിലെ പ്രതികളെ മാത്രമേ ഈ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളൂ. അതിന് മുമ്പുള്ളത് ആരാണെന്ന് നമുക്ക് ഇല്ല, ഒരു ധാരണ മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ക്ഷേത്രം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ ഹിന്ദുക്കൾക്കിടയിൽ ജാതി സ്പർദ്ധ വല്ലാത്തതുണ്ടായിരുന്നു. അപ്പം കീഴ്ജാതി മേൽജാതി അങ്ങനെയെല്ലാം പറഞ്ഞ ഒരു സ്പർദ്ധയുണ്ടായിരുന്നു. അപ്പോൾ ഈ ജാതി സ്പർദ്ധ കാരണം തൊട്ടുകൂടാത്തവനും കണ്ടുകൂടാത്തവൻ എന്ന രീതിയിൽ വരുന്ന സമയത്ത് അത് മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു സെമിറ്റിക് മതങ്ങൾ. കാരണം അവൻ കീഴ്ജാതിക്കാരനായിട്ട് ഇവൻ തൊട്ടുകൂടാന്നിട്ട് മാറ്റി നിർത്തുമ്പോൾ, നീ നേരെ ഞങ്ങളുടെ ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് എവിടെയും കയറി ചെല്ലാം എന്നുള്ള ധാരണ വരികയും അവനെ അവർ മതം മാറ്റുകയും അവരെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ധാരണ മൊത്തം മാറുകയാണ്. എന്തുകൊണ്ടാണ്? ശബരിമലയിൽ ജാതിയില്ല. അവിടെ ഏത് വിഭാഗക്കാർക്കും അവിടെ പോകാം. അവിടെ വനവാസികൾ പൂജ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവിടെ പോകാം. അപ്പോൾ ആ ശ്രീ ധർമ്മശാസ്താവിൻ്റെ സങ്കേതത്തിലേക്ക് എത്തുന്നവർക്ക് ജാതിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവിടെ ഉച്ചനീചിത്വങ്ങളോ ഇതുപോലെ ജാതിയുടെ പേരിൽ ആട്ടിയകറ്റുകയോ വേർപെടുത്തി നിർത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ആ പേര് പറഞ്ഞിട്ട് ഇവരെ മതം മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ശബരിമല ക്ഷേത്രമുള്ള കാലത്തോളം ഈ ഭാഗത്തുള്ള ഒരെണ്ണത്തിന് പോലും മതം മാറ്റാൻ പറ്റില്ല എന്ന് ചില ശക്തികൾ ചിന്തിച്ചു. അപ്പോഴെന്ത് വേണം? ഈ സാധനം അവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ദേശബന്ധു എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പകർപ്പിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ശബരിമല സർവസ്വം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഈ പറയുന്ന ക്ഷേത്രത്തെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയോട് കൂടിയാണ് ആദ്യമായിട്ടിത് അവർ തീവെച്ച പ്രതികളടക്കം പിടിക്കപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാരായിട്ടുള്ള നിശ്ചിത ആൾക്കാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബമൊക്കെ ഇന്ന് താറുമാറായി, പലരും ദുരിതമാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ മുച്ചോട് മുടിയുന്ന തരത്തിൽ പരസ്പരം വെടിവെച്ച് കൊല്ലപ്പെട്ട കഥയൊക്കെ ഇപ്പോൾ അടുത്താണ് നടന്നത്, ശബരിമലയെ ദ്രോഹിച്ച ആൾക്കാർ. അപ്പോൾ അവിടെ ആരംഭിക്കല്ല ചെയ്തത്, അവിടെ മൂർധന്യത്തിലെത്തിയത്. അതിനുശേഷം നമ്മൾ നിലയ്ക്കൽ ആ ശിവക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് കുരിശ് നാട്ടുകയും അത് അവിടെ പള്ളി ഉണ്ടായിരുന്നു, തോമസ് ലീഹ സ്ഥാപിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാക്കുകയും അന്ന് കുറേ സജ്ജനങ്ങളുടെ നേതൃത്വത്തിൽ അതിനെ ശക്തമായി എതിർക്കുകയും അവസാനം അവർക്ക് തന്നെ അവരുടെ തന്നെ മേലാളന്മാർക്ക് മനസ്സിലായി ഈ പരിപ്പ് ഇവിടെ വേവൂല എന്ന് കണ്ട സമയത്ത് ഈ കുരിശും പൊക്കിക്കൊണ്ട് അവർ അങ്ങാമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വെല്ലുവിളികൾ വന്നു. ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ളതിലാണ് അവിടെ അരവണയിൽ എലിവാല് വന്നിട്ടുള്ളൊരു വിവാദം.
ഈ എലിവാല് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എലിവാല് അരവണയിൽ എലിവാലുണ്ട് എന്നുള്ളത് വലിയ മാധ്യമങ്ങളിലൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഒരു പത്രക്കാർ കൊടുക്കാൻ തയ്യാറായില്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ അരവണയിൽ വീണിരിക്കുന്ന എലിവാല് എന്തോ മൂർച്ചയുള്ള ആയുധം വെച്ച് കട്ട് ചെയ്തിട്ട് അതിലിട്ടതാണ്. ഈ വനത്തിൽ കാണുന്ന രീതിയിലുള്ള എലിയുടേതായ വാലുകൾ എലിയല്ല അത്, മറിച്ച് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പട്ടണങ്ങളിലുള്ള ഒരു തരത്തിലുള്ള എലിയുടെ വാലാണ് അത്. ഇതൊന്നും ഒരു പത്രക്കാർ കൊടുത്തിട്ടില്ല. കാരണം എന്താ, ഈ അരവണ വാങ്ങാൻ പാടില്ല, ഇവിടുത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ഇത് നശിക്കണം എന്ന ചിന്തയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണം വന്നത്. അപ്പോൾ ഈ അരവണയിൽ അന്ന് എലിവാല് മാത്രമല്ല, തെർമക്കോള് കിട്ടിയിട്ടുണ്ട്, ബീഡിക്കുറ്റി കിട്ടിയിട്ടുണ്ട്, ബ്ലേഡ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്വേഷണം നടത്തിയിട്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ മൂർച്ചയുള്ളത് വെച്ച് മുറിച്ചത്, ആരാണെന്ന്, കാരണം എൻ്റെ അരവണയിൽ ഈ എലിവാലുണ്ട് എന്ന് പറയുന്ന കക്ഷിയെ യഥാവിധി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ, അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ഇത് ആവർത്തിക്കില്ലായിരുന്നു. ഈ അരവണ പ്ലാന്റ് എന്ന് പറയുന്നത് ആ അരവണ മിഷണറിയിൽ ഉണ്ടാക്കുന്നതാണ്. ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ അത്രയേറെ ചൂടാണ്. ഒരു മനുഷ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പോലും ഉരുകിപ്പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്ര ഇതാണ്. ഒരു മനുഷ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വെള്ളമായി ഉരുക്കാനുള്ള അത്ര ചൂടാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു എലിയുടെ വാലോ വീണ് കഴിഞ്ഞാൽ അതിൽ പൗഡർ പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ഥാനത്ത് ഇങ്ങനെ ഒരു എലിയുടെ വാല് വന്നെന്നും അതിൽ തെർമോക്കോൾ വന്നെന്നൊക്കെ പറയുന്ന അവസരത്തിൽ അത് എത്ര വലിയൊരു അജണ്ടയാണെന്ന് നോക്കണം. അതേപോലെ തന്നെ അതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീ പ്രവേശനം കൊണ്ടുവരുമ്പോഴെന്താ, അതും കൃത്യമായ അജണ്ടയാണ്. കാരണം ഇതിനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം, ഇതിനൊരു ബിസിനസ് കേന്ദ്രമാക്കണം, ഇതിലുള്ള ഭക്തിയുടെ സ്ഥാനം ഇല്ലാതാക്കണം, ഏതാൾക്കും തോന്നിയ പോലെ വരാമെന്നുള്ളൊരു സംവിധാനം. അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് അടക്കം ഒത്തുകളിച്ചത്. ആ ഒത്തുകളിച്ചിട്ട് വിധത്തിൽ പൊതുവേ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കള്ളന്മാർ കയറാറുണ്ട്, കൊള്ളക്കാർ കയറാറുണ്ട്. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ കുറേ 2 സ്ത്രീകളായ കൊള്ളക്കാർ അവിടത്തേക്ക് വന്നു, കള്ളന്മാർ, ഇവിടുത്തെ നിയമപാലകരുടെ സംരക്ഷണയിൽ. എന്താ അവിടെ സ്ത്രീകൾ കയറിയാൽ എന്താ സംഭവിക്കുമെന്നറിയാം. അപ്പോൾ അവരവിടെ കയറി, ഒരു കള്ളൻ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ ശുദ്ധി ചെയ്യണം. അത് അന്നത്തെ തന്ത്രി അത് ഭംഗിയായിട്ട് അവിടെ ചെയ്തു. പക്ഷേ അവർ ചിന്തിച്ചത്, അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരുവിധം ഭക്തന്മാരായ ആൾക്കാർ അങ്ങോട്ട് വരില്ല, പിന്നെ കുറേ സ്ത്രീകൾ ഒഴുകിയെത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർക്ക് തെറ്റത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ സ്ത്രീജനങ്ങളെ പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങളൊരു വിശ്വാസമുള്ള ആൾക്കാരാണ്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ളൊരു സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി പാറ്റുകാലുണ്ട്, അവിടെ പുരുഷന്മാർക്ക് ആർക്കും പൊങ്കാല ഇടാറില്ല, അത് ഞങ്ങളുടെ അവകാശമാണ്, അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. അതുപോലെ അവിടെ ശബരിമല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായ യുവാക്കൾ പോയിക്കോട്ടെ, പ്രായമായ നമ്മൾക്ക് പോകാം, കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പ്രായമായി ഇനിയും നമുക്ക് പോകാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ പോകും, അപ്പോൾ അതിലൊന്നും ഒരു വിഷമമില്ല എന്ന് ഇവിടുത്തെ സ്ത്രീകൾ ചിന്തിച്ചപ്പോൾ ഈ 2 സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മുഴുവൻ ആൾക്കാരും കയറുമെന്നുള്ള അവരുടെ ധാരണ ആപ്പാടെ തെറ്റിപ്പോയി. അതാണ് അവിടെ വീണ്ടും ചീറ്റിപ്പോകാനുള്ള കാരണം. അവിടെ തീർന്നിട്ടില്ല. അതിനുശേഷം ഇവർ ഓരോ തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ തകർത്തുകൊണ്ടിരിക്കുക. അവിടുത്തെ സ്വർണ്ണമായിട്ടായാലും അവിടുത്തെ പണമായിട്ടായാലും ഓരോന്നും പലതരത്തിൽ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് അവിടുത്തെ മാത്രമല്ല, കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലെയും സ്വർണവും പണവും ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ചൈതന്യത്തെ നശിപ്പിച്ചിട്ടില്ല. ചൈതന്യത്തിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുക? പറ്റില്ല. ചൈതന്യത്തിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ എന്താണ് ചൈതന്യം എന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലോ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാലോ ഈ ചൈതന്യത്തിനൊന്നും വരുത്താൻ പറ്റില്ല. ഇത് ഒരു ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്, നമ്മൾ എനർജി എന്ന് പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന എനർജിയാണ്. ആ എനർജിയെ നശിപ്പിക്കാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ആ എനർജിയെ നശിപ്പിക്കാൻ പറ്റുന്ന, അത് തെറ്റായ ധാരണയാണ്. ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിനുള്ളിൽ എനർജിയുണ്ട്. എന്നെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം നശിക്കും, ഈ എനർജി അവിടെ തന്നെ ഉണ്ടാവും. എനർജി എന്താവും, അത് എവിടെ നിന്നാണോ വന്ന് അവിടത്തേക്ക് ലയിക്കും. ആ എനർജി മറ്റൊന്നിലേക്ക് പോകും. നമ്മൾ ബക്കറ്റിൽ ഒരു കിണറിൽ നിന്ന് വെള്ളം എടുത്തു, ആ ബക്കറ്റ് പൊട്ടി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പിടി പൊട്ടിപ്പോയി, ഈ വെള്ളം എന്ത് ചെയ്യും, തിരികെ പോകും, കിണറ്റിലേക്ക് തന്നെ പോകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് വീണ്ടും എടുക്കാൻ പറ്റും. അതുപോലെ ഈ എനർജിക്ക് ഒരു നാശം വരുത്താൻ ഇവിടുത്തെ ഒരു ക്ഷുദ്രശക്തിക്കും കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ 1700 മുമ്പ് തന്നെ അവിടുത്തെ ചൈതന്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അഗ്നിക്കരയാക്കിയപ്പോഴും മറ്റു പല സമയത്തും ആ ചൈതന്യം നശിച്ചിട്ടില്ല,
നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങ് ശക്തിയായി തിരിച്ചു വരാൻ അല്ലെങ്കിൽ പ്രകടമാകാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് തെളിവാക്കുകയാണ് 1700 ശേഷം ആ ക്ഷേത്രം ഇങ്ങനെ മിസൈല് പോലെ ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിയത്. അത് അതിൻ്റെ ശക്തി ചൈതന്യമാണ്. അവിടെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ പേരും പ്രശസ്തിയും നശിക്കാതെ ഓരോ ദിനം തോറും ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അങ്ങോട്ട് ഒഴുകി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ചൈതന്യം നശിക്കാത്തതുകൊണ്ടാണ്. ചൈതന്യം നശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയും അവിടെ പോകാൻ എനിക്ക് തോന്നുന്നില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയും. ഞാനും പറയും എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. കാരണം ഭക്തന്മാരുടെ മനസ്സിലേക്ക് ആ എനർജി എത്തില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും എനർജി ഉണ്ട്. ഓരോ വർഷം കഴിയുന്നവരും ആ എനർജിക്ക് പവർ കൂടി വരുന്നുണ്ട്. പക്ഷേ അത് ഇന്ന് വിമർശിക്കുന്ന ആൾക്കാർ, എൻ്റെ അറിവിൽ തന്നെ എത്രയോ ആൾക്കാർ ശബരിമലയെക്കുറിച്ചും ശാസ്താവിനെക്കുറിച്ചും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്ക് ഞാൻ തന്നെ മാലയിട്ടിട്ട് എൻ്റെ ഒന്നിച്ച് ശബരിമലക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എനർജി നശിച്ചിട്ടില്ല, നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വപ്ന കൊട്ടാരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ലത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.